പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അർജുൻ ആയങ്കി എന്ന CPM ഗുണ്ട പോലീസിൻ്റെ വലയിലായി. ഇപ്പോൾ 3 ദിവസത്തെ ചോദ്യം ചെയ്യലും ഏതാണ്ട് പൂർത്തിയായി എന്ന് കേൾക്കുന്നു. അയാൾ ജയിലിന് പുറത്തു വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല. എന്തായാലും ഒരുപാട് വിവാദങ്ങൾക്കൊടുവിൽ പോലീസ് അയാളെ പിടിച്ചു, അയാളെ ചോദ്യം ചെയ്തു. എനിക്കിവിടെ എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കണം, ഞാൻ ഇയാളുമായി ബന്ധപ്പെട്ട് 2 വീഡിയോകൾ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിരുന്നു. CPM എങ്ങനെയാണ് ഇയാളെയും ഇതുപോലുള്ള ഗുണ്ടകളെയും വളർത്തിക്കൊണ്ടുവന്നത് എങ്ങനെയാണെന്നും, ഇതുപോലുള്ള ഗുണ്ടകളെ CPM വളർത്തിക്കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ പുറകിൽ ആരായിരുന്നുവെന്നും, എങ്ങനെയാണ് ഇതുപോലുള്ള CPM ഗുണ്ടകളെ CPM വളർത്തിക്കൊണ്ടുവരുന്നതെന്നുമൊക്കെ കാര്യകാരണസഹിതം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ പ്രേക്ഷകരോട് കഴിഞ്ഞ ദിവസങ്ങളിലായി ഞാൻ പറഞ്ഞിരുന്നു. CPM എങ്ങനെയാണ് ഈ ക്രിമിനലുകൾക്ക് ആധിപത്യമുള്ളൊരു പാർട്ടിയായി മാറിയത് എന്നുള്ളത് എൻ്റെ വിശദാംശങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ് ഇത്തരം ഗുണ്ടകളെ അതിശക്തമായി എതിർക്കാൻ CPMൻ്റെ നേതാക്കന്മാർക്ക് കഴിയാതിരുന്നത് എന്നുള്ളത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്തിരുന്നു. ഇത്തരം ഗുണ്ടകളെ വളർത്തിക്കൊണ്ടുവന്നതിൽ P. ജയരാജൻ എന്ന് പറഞ്ഞ നേതാവിനുള്ള വ്യക്തമായിട്ടുള്ള പങ്ക് ഇതും ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി ഞാൻ സൂചിപ്പിച്ചിരുന്നു. സുഹൃത്തുക്കളെ, എൻ്റെ പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവും, ഞാൻ ആ വീഡിയോയിൽ ഈ P. ജയരാജൻ ഈ ഒരു കൂട്ടായ്മ, ഈ ഗുണ്ടകളുടെ കൂട്ടായ്മ എങ്ങനെയാണ് വളർത്തിയെടുത്തതെന്നും അതിൻ്റെ ഒരു മോഡസ് ഓപ്പറാണ്ടി എന്തായിരുന്നു എന്നൊക്കെ ഞാൻ എൻ്റെ പ്രേക്ഷകരോട് ഞാൻ പറഞ്ഞിരുന്നു. ഒരു സെൽഫ് ഡിഫെൻസ് ടീം എന്ന് പറഞ്ഞുകൊണ്ട് RSSകാരുടെ കൊലപാതക രാഷ്ട്രീയത്തിനെ എതിർക്കാൻ, RSS ഇങ്ങോട്ട് കൊല്ലുമ്പോൾ അങ്ങോട്ട് തിരിച്ചു കൊല്ലാൻ വേണ്ടിയുള്ള ഒരു സംഘത്തെ സൃഷ്ടിച്ചെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അർജുൻ ആയങ്കിമാരും ഈ ആകാശ് തില്ലങ്കേരിമാരുമൊക്കെ വളർന്നതും വലുതായതും എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. അതിന് ജയരാജൻ അവലംബിച്ച മാർഗം എന്തായിരുന്നു ഒക്കെ ഞാൻ വിശദമായി പറഞ്ഞിരുന്നു. എന്നാൽ ഇവരെ ഒരുക്കി നിർത്തി കഴിഞ്ഞപ്പോൾ ജയരാജൻ അനുഭവിച്ചൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, ആ സമയമായതോടുകൂടി ഈ RSS CPM കൊലപാതക രാഷ്ട്രീയം പിണറായി അവസാനിപ്പിച്ചു. കാരണം പിണറായി വിജയൻ അധികാരത്തിൽ വന്നിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ കൊലപാതക രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അങ്ങനെ വന്നപ്പോൾ ഈ കൊലപാതക രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ഒരുക്കി നിർത്തപ്പെട്ട ഈ CPM ഗുണ്ടകൾക്ക് പെട്ടെന്ന് പണിയില്ലാതായി. അപ്പോൾ അവർക്കൊരു പണി ഉണ്ടാക്കി കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് P. ജയരാജൻ എൻ്റെ ഒത്താശയോടുകൂടി എന്നാണ് ആരോപണം. ആ ഒത്താശയോടുകൂടി ഇവരെല്ലാം സ്വർണ്ണക്കള്ളക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ എന്നൊക്കെ ഉള്ള ആ ഒരു മേഖലയിലേക്ക് അവരെ പറഞ്ഞു വിട്ടത്. അപ്പോൾ അവർ ആ മേഖലയിലേക്ക് കേന്ദ്രീകരിച്ചു എന്ന് മാത്രമല്ല, ആ പറഞ്ഞു വിട്ടവർ അവരവിടെ ചെന്ന് സ്വർണം പൊട്ടിക്കാനും സ്വർണം കള്ളക്കടത്ത് നടത്തുകയൊക്കെ ചെയ്ത് പണം ഉണ്ടാക്കുന്നതിൽ നല്ലൊരു പങ്ക് പാർട്ടിക്ക് അവർ കൊടുത്തു എന്നുള്ള ആരോപണവുമുണ്ട് എന്നുള്ള കാര്യവും ഞാൻ പറഞ്ഞിരുന്നു. പാർട്ടി പല ആവശ്യങ്ങൾക്ക് വേണ്ടി രക്തസാക്ഷി ഫണ്ട്, അവർക്ക് വീട് വെച്ച് കൊടുക്കൽ, ജയിലിൽ കിടക്കുന്ന പ്രതികളുടെ വീട്ടിലുള്ള സംരക്ഷണം, ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ സ്വർണം പൊട്ടിക്കലും സ്വർണ്ണക്കള്ളക്കടത്തിനും ആയി ബന്ധപ്പെട്ടിട്ടുള്ള പണം ഉപയോഗിച്ചു എന്നുള്ള ആരോപണമുണ്ട് എന്നും ഞാൻ സൂചിപ്പിച്ചു. ഞാൻ പോലീസിലെ ഉന്നതങ്ങളിലുള്ളവരോട് ഞാൻ പറയുന്നത്, ഞാൻ ഈ പറയുന്നത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം ഈ ഗുണ്ടകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നടത്തിയാൽ നിങ്ങൾക്കതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഞെട്ടിക്കുന്ന തെളിവുകൾ കിട്ടും എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് എൻ്റെ കയ്യിലുള്ള കുറേ വിവരങ്ങളുണ്ട്. ആ വിവരങ്ങൾ ഞാൻ പോലീസിന് നേരിട്ട് ഞാൻ കൈമാറുന്നു. ഞാൻ വീഡിയോയിലൂടെ ഞാൻ പറയുന്നില്ല, ഞാൻ നേരിട്ട് കൈമാറുന്നുണ്ട്. സംഭവം ഇത്രയേ ഉള്ളൂ. ഇവരെ ഈ വിധ്വംസക പ്രവർത്തനത്തിലൂടെ നേടുന്ന പണം ഇവര് പാർട്ടിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട്. ആ കൊടുക്കുന്നത് കൊണ്ടാണ് പാർട്ടി ഇവരെ തള്ളിപ്പറയാത്തത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ പോലീസിന് മുന്നിൽ വരും ദിവസങ്ങളിൽ സമർപ്പിക്കുന്നതായിരിക്കും. സുഹൃത്തുക്കളെ, എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്, ഈ സെൽഫ് ഡിഫെൻസ് ടീം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ടീം കണ്ണൂർ രൂപീകരിക്കപ്പെടുമ്പോഴും അത് കണ്ണൂർ മാത്രം നിലനിൽക്കുന്ന ഒരു പ്രതിഭാസമാണ് എന്നായിരുന്നു ഞാൻ ചിന്തിച്ചിരുന്നത്, ഞാൻ വിശ്വസിച്ചിരുന്നു അങ്ങനെ. പക്ഷേ ഇപ്പോൾ സമീപകാലത്ത് നടന്ന ചില സംഭവങ്ങൾ, അല്ലെങ്കിൽ സമീപകാലത്ത് നടന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം നമ്മൾ ആഴത്തിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, ഈ ഗുണ്ടകളെ വളർത്തി വലുതാക്കിയ ഈ ഒരു പ്രതിഭാസം കണ്ണൂരിൽ മാത്രമല്ല അത് എല്ലാ ജില്ലകളിലേക്കും വ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഞെട്ടിക്കുന്ന ഉദാഹരണമാണ് ഞാനിന്ന് എൻ്റെ ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അതായത് P. ജയരാജൻ്റെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട ഈ സെൽഫ് ഡിഫെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സംഘത്തിൻ്റെ പ്രവർത്തനം കേരളത്തിൽ ഒട്ടാകെ ഉള്ള ജില്ലകളിലേക്കും വ്യാപിച്ചിട്ടുണ്ട് എന്നതിൻ്റെ ഞെട്ടിക്കുന്ന ഒരു തെളിവാണ് എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ ഞാനിപ്പോൾ അവതരിപ്പിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളായിട്ടുള്ള എൻ്റെ പ്രേക്ഷകർ
ഓർക്കേണ്ട ഒരു കാര്യം, ഈ കഴിഞ്ഞ ജൂലൈ 31 വെഞ്ഞാറമൂട് ഒരു ബാറിൽ 2 വിഭാഗം മദ്യപന്മാർ തമ്മിലുണ്ടായ ഒരു വലിയ സംഘടനത്തെ തുടർന്ന് ഒരു 4 പേര് അവിടെ മരിക്കുകയുണ്ടായി. അത് ഈ ഗുണ്ടകൾ തമ്മിലുള്ള തർക്കമായിരുന്നു. എന്താ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു എന്നും പറഞ്ഞിട്ട് ആദ്യം 3 പേര് മരിച്ചു, അവസാനം ഒരാൾ മരിച്ചു. അങ്ങനെ മൊത്തം 4 പേര് മരിച്ചു. അതിൻ്റെ വാർത്തകളൊക്കെ പത്രങ്ങളിൽ വിശദമായിട്ട് വന്നിരുന്നതാണ്. സുഹൃത്തുക്കളെ, അതിൽ മരിച്ച ഗുണ്ടകൾക്ക് ഈ അർജുൻ ആയങ്കിയുടെ സംഘവുമായി അടുത്ത ബന്ധമുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഒരു തെളിവാണ് എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കാൻ. സുഹൃത്തുക്കളെ, ഈ ജൂലൈ 30 വെഞ്ഞാറമൂട്ടിലുണ്ടായ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും മദ്യപന്മാർ തമ്മിലുള്ള തർക്കത്തിൽ പൊള്ളലേറ്റ ഒരു വെഞ്ഞാറമൂടുകാരൻ ഈ 3-4 ദിവസങ്ങൾക്ക് മുമ്പ് പൊള്ളലേറ്റ് മരിച്ചു. അയാളെന്താ പൊള്ളലേറ്റ് കഴിഞ്ഞിട്ട് എന്തോ സ്കൂട്ടറുമായിട്ട് കിടന്ന് അവിടുന്ന് പറന്നു. അയാൾ എന്നിട്ട് ഒരു കുളത്തിൽ ചാടി. ഈ കഴിഞ്ഞ ദിവസം അയാൾ മരിച്ചു. അയാളുടെ പേര് നൗഫൽ തേക്കട എന്നാണ്. നൗഫൽ തേക്കട. സുഹൃത്തുക്കളെ, ഈ നൗഫൽ തേക്കട മരിച്ചതിനെ തുടർന്ന് ഈ അർജുൻ ആയങ്കി തൻ്റെ ഫേസ്ബുക്കിൽ ഈ നൗഫൽ തേക്കടയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് വിശദമായ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതൊക്കെ എൻ്റെ ബാക്ക്ഡ്രോപ്പിൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന കണ്ണൂർക്കാരനായിട്ടുള്ള അർജുൻ ആയങ്കിക്ക് ഈ വെഞ്ഞാറമൂടിലുള്ള നൗഫൽ തേക്കടയുമായിട്ട് എന്താണ് ബന്ധമെന്നും നൗഫൽ തേക്കടയുടെ മരണത്തിൽ അർജുൻ ആയങ്കി, കണ്ണൂർക്കാരനായിട്ടുള്ള അർജുൻ ആയങ്കി എന്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കണം എന്നുള്ളത് ഒരു സംശയം നമ്മുടെ ഇടയിൽ സ്വാഭാവികമായിട്ടുണ്ടാകുകയാണ്. അപ്പോൾ നൗഫൽ തേക്കടയെ സംബന്ധിച്ച് നമ്മൾ ഈ നൗഫൽ തേക്കടയുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നറിയോ, നൗഫൽ തേക്കടയും CPMൻ്റെ ഒരു ഗുണ്ട തന്നെയാണ്. നൗഫൽ തേക്കടയുടെ പോസ്റ്റിൽ എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ സ്റ്റാറ്റസ് പിണറായി വിജയനും VS അച്യുതാനന്ദനും ഒക്കെയാണ്. നൗഫൽ തേക്കട അയാളുടെ പോസ്റ്റിൽ സതീശനെ ആണ് ചീത്തവിളി, കോൺഗ്രസിനെയാണ് ചീത്തവിളി, UDF സർക്കാരിനെയാണ് ചീത്തവിളി. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താ, നൗഫൽ തേക്കട എന്ന് പറഞ്ഞ വെഞ്ഞാറമൂടിൽ മദ്യപന്മാർ തമ്മിലുണ്ടായിട്ടുള്ള ഏറ്റുമുട്ടലിൽ തീപ്പൊള്ളലേറ്റ് മരിച്ച അയാളും CPMൻ്റെ ഒരു പ്രഖ്യാപിത ഗുണ്ടയായിരുന്നു. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്ത നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ, കണ്ണൂരിലെ CPM ഗുണ്ടയായിട്ടുള്ള അർജുൻ ആയങ്കിക്ക് വെഞ്ഞാറമൂടിലെ CPM ഗുണ്ടയായിട്ടുള്ള നൗഫൽ തേക്കടയുമായിട്ട് പൊക്കിൽ കൊടി ബന്ധമുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടത്. 2 പേരും CPMൻ്റെ സൈബർ പോരാളികളാണ്. ഇനി നൗഫൽ തേക്കടയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അർജുൻ ആയങ്കി ഇട്ടിരിക്കുന്ന പോസ്റ്റിന് കീഴിലൊക്കെ വളരെ ദുഃഖത്തോടുകൂടി 100 കണക്കിന് പേർ അഭിവാദ്യം അർപ്പിക്കുന്നത് നമുക്ക് ആ പോസ്റ്റിന് കീഴിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ സുഹൃത്തുക്കളെ, ഈ അർജുൻ ആയങ്കി എന്ന് പറയുന്നത് കണ്ണൂരിലെ ഒരൊറ്റപ്പെട്ട പ്രതിഭാസമല്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അർജുൻ ആയങ്കി എന്ന് പറഞ്ഞാൽ ഒരു സിമ്പലാണ്. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം എല്ലാ ജില്ലകളിലും പരന്നു കിടക്കുന്ന CPM ഗുണ്ടകളുടെ ഒരു വലിയ ശൃംഖലയിലെ ഒരു കണ്ണി മാത്രമാണ് അർജുൻ ആയങ്കി. അർജുൻ ആയങ്കി എന്ന് പറഞ്ഞാൽ ആ ഗുണ്ടയും അയാളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും കണ്ണൂരിൽ മാത്രം ഉരുത്തിരിഞ്ഞ് വികസിച്ച് വന്നിട്ടുള്ള ഒരു സംവിധാനമല്ല എന്നും ഇതുപോലെയുള്ള ഗുണ്ടകളുടെ ഒരു വലിയ ശൃംഖല എല്ലാ ജില്ലകളിലുമുണ്ട് എന്നും അതിൻ്റെ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട കണ്ണിയാണ് നൗഫൽ തേക്കട എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഞെട്ടിപ്പോകുന്ന കാര്യം എന്താ, ജൂലൈ 31 വെഞ്ഞാറമൂടിലുള്ള ഒരു ബാർ ഹോട്ടലിൽ വെച്ച് മദ്യപന്മാരുടെ അടങ്ങുന്ന 2 സംഘങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുകയും കുത്തും വെട്ടും ഒക്കെ നടത്തുകയും പെട്രോൾ ഒഴിച്ച് കത്തുകയൊക്കെ ചെയ്തതിൻ്റെ ഭാഗമായി പെട്രോൾ ഒഴിച്ച് കൊല്ലപ്പെട്ട ഒരു ഗുണ്ടയാണ് നൗഫൽ തേക്കട. ആ നൗഫൽ തേക്കട മരിക്കുമ്പോഴാണ് അർജുൻ ആയങ്കി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത്. അപ്പോൾ വളരെ ഭീതിജനകവും സ്തോഭജനകവുമാണ് സാഹചര്യങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. CPMൻ്റെ 10 വർഷത്തെ ഭരണത്തിനിടയിൽ എല്ലാ ജില്ലകളിലും CPM സ്പോൺസേഡ് ആയിട്ടുള്ള ഗുണ്ടകൾ രൂപപ്പെടുകയും വളരുകയും വളർന്നു വികസിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർ തമ്മിൽ പൊക്കിൽ കൊടി ബന്ധമുണ്ട്, അവർ തമ്മിൽ ദൈനംദിന ബന്ധമുണ്ട്. അതിൻ്റെ ഞെട്ടിക്കുന്ന ഒരു തെളിവാണ് തിരുവനന്തപുരം വെഞ്ഞാറമൂടിൽ CPMൻ്റെ ഗുണ്ടയായിട്ടുള്ള നൗഫൽ തേക്കട കൊല്ലപ്പെടുമ്പോൾ
തീപ്പൊള്ളലേറ്റ് ഒരു ബാറിൽ വെച്ചിട്ടുള്ള സംഘടനത്തിൽ കൊല്ലപ്പെടുമ്പോൾ കണ്ണൂരിൽ നിന്ന് പിന്നെ ഉദയം ചെയ്ത അർജുൻ ആയങ്കി എന്ന് പറഞ്ഞ വേറൊരു CPM ഗുണ്ട ഈ നൗഫൽ തേക്കട എന്ന ഗുണ്ടയ്ക്ക് വേണ്ടി അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നത്. അതുകൊണ്ട് അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. ഇത് CPMന്റെ ഒരു ഡാർക്ക് അണ്ടർ ബെല്ലി ആണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ തുറന്നു കാട്ടപ്പെടുന്നത്. ഇത് ഇവിടുത്തെ പോലീസും ഇവിടുത്തെ ഉന്നതരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ മനസ്സിലാക്കുകയും അവരുടെ ഓപ്പറേഷൻ ഗ്രിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടിയുടെ പർവ്യൂവിലേക്ക്, അതിൻ്റെ നിയന്ത്രണത്തിലേക്ക് ഈ ജില്ലകളിലെല്ലാം ഉള്ള ഇത്തരം ഗുണ്ടകളുടെ പ്രവർത്തനവും കൂടി കൊണ്ടുവരണം എന്നാണ് എനിക്ക് പോലീസിലെ ഉന്നതങ്ങളിലുള്ളവരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.